എന്നാ കുട്ടാ കഴിച്ചോ, ശരിക്കും കഴിച്ചോ. ഈ ഓറഞ്ചൂടെ കഴിക്കും. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. റബ്ബില്ലാതെ പഠിച്ചാമ്പരാതെ ഇച്ചിരി ബൈകാണെങ്കിൽ ഇപ്പോഴെങ്കിലും അറിഞ്ഞ നന്നായി അല്ലേ? അല്ല, നമുക്ക് എവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട. വീട്ടിലറിയിക്കണ്ട. എന്താ? വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേൾക്കേണ്ടി വരും. ഓ മോനെ നീലാണ്ട, ദേ ആപ്പിളം കഴിച്ച് തടിഞ്ഞു പോരട്ടെ. ഇതാ കഴിച്ചു. നീലാണ്ട, അരയില് കുപ്പി ഇരിപ്പുണ്ട്, ഒരെണ്ണം ഒഴിക്കട്ടെ. ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ. അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും. എല്ലാവർക്കും വേണ്ടേ സേവിക്കാൻ ഒരു അവസരം. ഓ എന്താടാ കുട്ട നീ കരയണേ? ഇവരുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോ സഹിക്കാൻ പറ്റണല്ലോ മുതലാളി. നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്, അറിയില്ലേ? അതെന്തിനാ? മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ? അയ്യോ, ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങോട്ട് എഴുതി തള്ളാം. എഴുത്തള്ളനോ? താമര തന്നെ അങ്ങോട്ട് എഴുത്തള്ളിക്കോ. എനിക്ക് എന്റെ കാശ് കിട്ടണം. ആരൊക്കെ എന്തൊക്കെ ഈ തല്ലിയാലും നമുക്ക് നമ്മുടെ മീൻ്റെ ആയി കിട്ടണം. എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം. എന്റെ ഭഗവതി, ഇതെന്തൊരു പരിമായം! എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത്. എടാ മോനെ, ഇതാടാ ജീവിതം. എനിക്ക് ജീവിക്കണ്ട മുതലാളി, ഇനി വിഷം മേടിച്ചു താ. വിഷ? എടാ കാണാരാ, അവൻ പറയണത് കേട്ടില്ലേ? ഞങ്ങളുടെ കാശാരി തരും. ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റും. ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കാണുള്ളൂ.